ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഫിഷറീസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെയും ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം തന്നെ അത് ഉറപ്പുവരുത്തുക. അപ്പോൾ എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ്. ഫിഷറീസ് ഓഫീസറിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്പെസിഫിക് യൂണിറ്റ് ആണ്. അതിലെ ഒരു ചെറിയൊരു ഏരിയ ആണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഫിഷിംഗ് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ. കൂടുതൽ ഫിഷിംഗ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിൻ്റെ അകത്ത് നമ്മുടെ ഈ ഫിഷറീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ വെസൽസ് അല്ലെങ്കിൽ ബോട്ട് പോലെയുള്ള ഫോമാറ്റിലുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഏരിയകൾ, അതെങ്ങനെയാണ് അതിൻ്റെ ബിൽഡിങ് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു യൂണിറ്റിൽ വരുന്നത്. ഫിഷിംഗ് ക്രാഫ്റ്റ് ടെക്നോളജി എന്ന യൂണിറ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഫിഷിംഗ് ക്രാഫ്റ്റുകളുടെ ഒരു ഒറിജിനെ കുറിച്ചാണ്. അതായത് തുടങ്ങി വരുന്നത് എങ്ങനെയാണ്, ഈ വെള്ളത്തിലൂടെയുള്ള സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് അത് പിന്നീട് ഒരു ഫിഷറീസ് ലെവലിലേക്കൊക്കെ എത്തിക്കുന്ന തരത്തിലേക്കൊക്കെ ഉള്ള മാറ്റങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് ആയിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നവംബർ 10 മുതൽ നമ്മുടെ ഹൈപ്രപ്പിൻ്റെ നേതൃത്വത്തിൽ ഫിഷറീസ് ഓഫീസറിൻ്റെ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെയൊക്കെ ഭാഗമാകാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ ഫ്രണ്ട്സ്. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ക്രാഫ്റ്റ് അല്ലെങ്കിൽ വെസൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില വാക്കുകൾ കാണും. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് എന്നതിനെ കുറിച്ചൊരു ധാരണ നമുക്ക് ആദ്യമേ വേണം. നമ്മൾ പൊതുവെ ഈ ഫിഷിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വെള്ളത്തിലൂടെ മൂവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു എന്താ പറയുക, ബോട്ട് പോലിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ തന്നെ പല വേരിയേഷൻസിൽ കാണപ്പെടുന്ന മെഷീൻസിനെല്ലാം നമ്മൾ പൊതുവെ വെസൽസ് എന്നാണ് പറയുന്നത് അല്ലേ. നമ്മളിപ്പോൾ വെസൽ എന്ന് പറയുമ്പോൾ അത് പല ടൈപ്പ് വെസൽസ് ഉണ്ട്. ഇപ്പോൾ ഫിഷിംഗ് പേർപ്പസിനുള്ള വെസൽ ഉണ്ട്, നമുക്ക് റിസർച്ച് പേർപ്പസിനുള്ള വെസൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വെസൽസ് എന്ന് പറയുന്ന ഒരു സംഗതികൾ ഉണ്ടാവാം. പലപ്പോഴും നമ്മൾ ഇന്റർചേഞ്ചബിളി ക്രാഫ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഇതിനെ പറയാറുണ്ടെങ്കിലും നമുക്കറിയാം ഫിഷിംഗ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു വെസൽ തന്നെയാണ്, പക്ഷേ ഫിഷിംഗ് പേർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ക്രാഫ്റ്റുകൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എയർ ക്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഫിഷിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു വെസൽ, അതാണ് നമ്മൾ ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനെയൊക്കെ പൊതുവേ നമ്മൾ വെസൽസ് എന്ന് തന്നെയാണ് പറയുന്നത്. എ ഫിഷിംഗ് വെസൽ ഈസ് എ ഫ്ലോട്ടിംഗ് ഡിവൈസ് യൂസ്ഡ് ഫോർ ഫിഷിംഗ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ക്യാച്ചിങ് ഫിഷ്, അതർ അക്വാട്ടിക് ഓർഗാനിസംസ് അല്ലെ. മീനിനെ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റ് അക്വാട്ടിക് ജീവജാലങ്ങളെ ക്യാപ്ചർ ചെയ്യാനോ ഒക്കെയാണ് നമ്മൾ സാധാരണ ഈ പറയുന്ന ഫിഷിംഗ് വെസൽസ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, ഈ ക്യാപ്ചർ മാത്രമല്ല, നമുക്ക് ഫിഷിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും അല്ലേ. നമ്മൾ ഒരു സ്ഥലത്തു നിന്നും പിടിച്ചുകൊണ്ട് വരുന്ന ആ ഫിഷിനെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കണം അല്ലേ, നമുക്കത് കരയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും പറ്റുന്ന രീതിയിലുള്ള ഒന്നായിരിക്കും ഈ പറയുന്ന ഫിഷിംഗ് വെസൽ എന്ന് പറയുന്നത്. ഇനി വെസലുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഫിഷിംഗ് വെസലിൽ തന്നെ അല്ലെങ്കിൽ ഫിഷറീസുമായി ബന്ധപ്പെട്ട് തന്നെ റിസർച്ച് വെസൽസ് ഉണ്ട്. അതായത് കുറച്ച് വലിയ അകത്ത് ലാബുകളൊക്കെ ഉള്ള തരത്തിലുള്ള വെസൽസ് ഉണ്ട്. സോ ഫോർ കണ്ടക്ടിങ് റീസേർച്ച് ആൻഡ് ട്രെയിനിങ് റിലേറ്റഡ് ടു ഫിഷറീസ്. അപ്പോൾ പല തരത്തിൽ നമുക്ക് ഈ വെസൽസിനെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഇത് പല രീതിയിലുള്ള വെസലുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ വെസലുകളുടെ ഒരു മെയിൻ പേർപ്പസുകളിൽ ചില പേർപ്പസുകളാണ് നമ്മളിവിടെ ആദ്യമേ ഒന്ന് കാണുന്നത്. നമുക്ക് മീൻ പിടിക്കാൻ അല്ലെങ്കിൽ മറ്റ് അക്വാട്ടിക് ജീവജാലങ്ങൾ, എപ്പോഴും മീനിനെ മാത്രം ഫോക്കസ് ചെയ്തൊന്നും അല്ല ഇത് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ മീനിനെ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റ് അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ക്യാപ്ചർ ചെയ്യാനോ അവയെ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാനോ, ഈവൻ ഈ വെസലിനകത്ത് വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിസർച്ച് കണ്ടക്ട് ചെയ്യാനും സാധിക്കും. എല്ലാ വെസൽസിലും അങ്ങനെ ഒരു പേർപ്പസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റിസർച്ച് വെസൽസ് ഉണ്ട്. അപ്പോൾ പൊതുവേ ഈ പറയുന്ന പേർപ്പസുകളിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് ഡിവൈസ്, അതായത് നമ്മുടെ ആ ബോട്ട് എന്ന് നമ്മൾ കോമൺ ടേമിൽ വിളിക്കുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ പൊതുവെ വെസൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് പല റേഞ്ച് ഉണ്ട്, പല സൈസിലുണ്ട്, പല പേർപ്പസുകളിൽ നമ്മൾ വെസൽസിനെ ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു തുടങ്ങുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ബേസിക് കാര്യങ്ങളിൽ നിന്ന് തന്നെയായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ചിലർ ഫിഷറീസുമായി ബന്ധമില്ലാത്ത സുവോളജി പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവാം. ഇനി ഫിഷറീസ് പഠിച്ചിട്ട് കുറേ നാൾ ടച്ച് വിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകാം. എല്ലാവർക്കും പറ്റുന്ന തരത്തിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് കേട്ടോ. ഫിഷിംഗ് ക്രാഫ്റ്റ്സ് വേരി ഇൻ ഡിസൈൻ, സൈസ് ആൻഡ് പ്രൊപ്പൽഷൻ മെത്തേഡ്സ് ഡിപ്പെൻഡിങ് ഓൺ പേർപ്പസ്, റീജിയൻ ആൻഡ് ഫിഷിംഗ് ഏരിയ. കുട്ടികളെ, നമ്മൾ ഈ പറഞ്ഞ ഈ ഫിഷിംഗ് ക്രാഫ്റ്റുകൾ ഉണ്ടല്ലോ, അതായത് ഫിഷിംഗ് പേർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ മെഷീൻസ്, ഇതിൻ്റെ വലുപ്പത്തിലും ഇതിൻ്റെ ഷേപ്പിലും ഇതിൻ്റെ പ്രൊപ്പൽഷൻ രീതിയിലും, അതായത് എങ്ങനെയാണിത്, മെക്കാനിക്കലി ആണോ ഇത് നമ്മൾ തുഴഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വല്ല മോട്ടോഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണോ തുഴഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ മാനുവലി നമ്മുടെ തന്നെയായിട്ടുള്ള ഹ്യൂമൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് തുഴഞ്ഞു പോകുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള പ്രൊപ്പൽഷൻ മെത്തേഡ്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിരവധി ടൈപ്പ് ഫിഷിംഗ് ക്രാഫ്റ്റുകൾ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെയും നിങ്ങൾ ആലോചിക്കുക, ഓരോ വാട്ടർ ബോഡീസിനും നമ്മൾ ഓരോ ടൈപ്പ് ഫിഷിംഗ് ക്രാഫ്റ്റുകളാണ് നമ്മൾ പൊതുവേ പ്രിഫർ ചെയ്യാറുള്ളത്. ഇപ്പം ഇൻലാൻഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസിലൊക്കെയാണ് എങ്കിൽ നമുക്കറിയാം വലിയ തിരമാലകളുടെ ശല്യമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് അല്ലേ. അപ്പോൾ അവിടെ അത്രയ്ക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫിഷിംഗ് ക്രാഫ്റ്റുകൾ നമുക്ക് മതി. അതേസമയം നമ്മളിപ്പോൾ ഒരു കടലിലാണ് നമ്മൾ ഫിഷിങ്ങിന് പോകുന്നത് എങ്കിൽ അവിടെ ഈ പറഞ്ഞ വേവ്സിൻ്റെ ഒരു പ്രത്യേകതകളുണ്ടാകും അല്ലേ, അതിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി ഉള്ള ഫിഷിംഗ് ക്രാഫ്റ്റുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഡീപ്പ് സീയിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, ഡീപ്പ് സീയിൽ നമുക്ക് വാസ്റ്റ് ആയിട്ടുള്ള ജലമാണ് നമ്മുടെ ചുറ്റും കിടക്കുന്നത്, അതെ, അതും പല ഡെപ്തിൽ. അപ്പോൾ ആ ഡെപ്തിൽ നിന്നൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഫിഷിംഗ് ക്രാഫ്റ്റുകളാണ് നമുക്ക് അങ്ങനെയുള്ള മേഖലകളിൽ വേണ്ടത്. സോ എ ഫിഷിംഗ് ക്രാഫ്റ്റ് വിൽ ഒബ്വിയസ്ലി ഡിപ്പെൻഡ് അപ്പോൺ യുവർ പ്രിഫറൻസ് ടു ക്യാച്ച് ഫിഷ്. ഏത് പ്ലേസിൽ നിന്ന് ആണ് നിങ്ങൾ ഫിഷിനെ ക്യാച്ച് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ച് നമ്മൾ വിവിധ തരത്തിലുള്ള ഫിഷിംഗ് ക്രാഫ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അത് ഓരോ റീജിയൻ വൈസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ക്രാഫ്റ്റുകൾ ആയിരിക്കണമെന്നില്ല മറ്റു സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്, ഡിപ്പെൻഡ്സ്. അപ്പോൾ ഇങ്ങനെ നിരവധി ടൈപ്പുകൾ ഉണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ അടുത്തത് നമുക്ക് എന്താണ് കാണാനുള്ളത്? ഈ ജലത്തിലൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് എപ്പോഴാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പഴയ കാലത്ത് എങ്ങനെയായിരുന്നു ഈ സഞ്ചാര മാർഗം എന്ന് പറയുന്നത്. ദി എക്സാക്ട് ഒറിജിൻ ഓഫ് ഫിഷിംഗ് ക്രാഫ്റ്റ്സ് ഈസ് അൺനോൺ. സത്യത്തിൽ നമുക്ക് ഇപ്പോഴും അറിയില്ല ഈ ഫിഷിംഗ് ക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണ് തുടങ്ങുന്നതെന്നും നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് പഴയ ഒരു രീതിയിലാണ് ഇത് വന്നത്. പണ്ടുകാലം മുതലേ തന്നെ ഈ പറയുന്ന മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് ഈ ക്രാഫ്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മോഡേണൈസ്ഡ് ക്രാഫ്റ്റുകളെല്ലാം പഴയ കാലത്തെ ക്രാഫ്റ്റുകളാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ദേ ഡേറ്റ് ബാക്ക് ടു പ്രീ ഹിസ്റ്റോറിക് ടൈംസ്. Early humans likely discovered ways to cross rivers and navigate inland waters using natural floating objects. ഇപ്പോൾ പഴയകാല മനുഷ്യർ ആ കാലഘട്ടത്തിൽ പുഴ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇൻലാൻഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസ് എന്ന് പറയുന്നതിനെ ക്രോസ് ചെയ്ത് കടക്കാനും സഞ്ചരിക്കാനും ഒക്കെ ഈ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള ക്രാഫ്റ്റുകൾ. ആദ്യകാലങ്ങളൊന്നും എപ്പോഴും അത് ഫിഷിംഗ് പർപ്പസിന് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ട്രാൻസ്പോർട്ടേഷന് മാത്രമായിരുന്നെങ്കിൽ കാലക്രമേണ അത് ഫിഷിംഗ് പർപ്പസിലേക്ക് വന്നതാവാം. അപ്പം ഇങ്ങനെ പഴയ കാലത്തെ ആൾക്കാർ ഇത്തരത്തിൽ ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്സ് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന വാട്ടർ ബോഡീസ് ക്രോസ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നത് നമുക്ക് ഇന്ന് ഊഹിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും പ്രിമിറ്റീവ് ഫ്ലോട്ടിംഗ് ഡിവൈസസ് ഉണ്ടോ? ദ ഫസ്റ്റ് ബോട്ട്സ് വെയർ പ്രോബബ്ലി ഫ്ലോട്ടിംഗ് ലോഗ്സ് യൂസ്ഡ് ടു ക്രോസ് റിവേഴ്സ്. അപ്പൊ ആദ്യ കാലങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ, ഈ ബോട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ പൊങ്ങ് തടികളൊക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ പുറത്തൊക്കെ കയറി നീന്തിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത് അല്ലെ. അത് മുങ്ങിപ്പോകാതെ അതിൽ പിടിച്ചു കിടക്കുകയും പിന്നെ അതിന്റെ പുറത്ത് കയറി ഇരിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള എവല്യൂഷനിലൂടെയാണ് ഈ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതി തന്നെ വരുന്നത്. ഏർലി ഹ്യൂമൻസ് would sit astride these logs and row using hands, tree branches or bark paddles. അതായത് പഴയ കാലത്തെ ആൾക്കാരൊക്കെ എന്താ ചെയ്തിരുന്നത്, ഈ പറയുന്ന പൊങ്ങുതടികളുടെ പുറത്ത് കയറിയിരിക്കുകയും അതിൽ പല രീതിയിൽ നമ്മൾ കൈ കൊണ്ട് നീന്തുക, അല്ലെങ്കിൽ ഈ മരത്തിന്റെ ചില്ലകൾ ഉപയോഗിച്ചിട്ട് നീന്തുക, അല്ലെങ്കിൽ മരത്തടികൾ ഉപയോഗിച്ചിട്ടുള്ള മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് നീന്തുക, ഇങ്ങനെ പല രീതിയിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതെല്ലാം അവർക്ക് വർക്കൗട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അങ്ങനെയെങ്കിൽ
നമ്മുടെ ഈ ക്രാഫ്റ്റുകളുടെ ഒരു തുടക്കത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മുടെ ആക്ച്വൽ പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. എവിടെ നിന്നാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ക്രാഫ്റ്റുകളാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് എന്ന് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. സി, ഏറ്റവും ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് റാഫ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ടൈപ്പാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, റാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇവിടെ ഒരു വ്യക്തി ഒരു റാഫ്റ്റിന്റെ പുറത്ത് കയറി നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം അല്ലെ. അതായത് നിരവധി തടികൾ ഒന്നിച്ചിട്ട് അതിനെ പല രീതിയിലും കെട്ടിവെച്ചിട്ടൊക്കെയാണ് ഈ റാഫ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇവിടെ കാണുന്നത് കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു റാഫ്റ്റ് ആണ്. ആദ്യകാലങ്ങളിൽ ഇത്രയും ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും പ്രിസിഷൻ ഒന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത് പിന്നീടൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നതാണ്. എന്താണ് അപ്പൊ ഈ റാഫ്റ്റ് എന്ന് പറയുന്നത്? ഇംപ്രൂവ്മെന്റ് ഓവർ ഫ്ലോട്ടിംഗ് ലോഗ്സ്. അതായത് വെറുതെ ഒരു പൊങ്ങു തടിയുടെ പുറത്ത് കയറിയിരുന്നൊക്കെ പോകുന്ന ഒരു പാറ്റേണിൽ നിന്നും കാലക്രമേണ ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി, നിരവധി ഇത്തരത്തിലുള്ള തടികൾ നമ്മൾ ചേർത്ത് വെച്ചിട്ട് അതിനെ കൂട്ടിക്കെട്ടിയാൽ നമുക്കൊരു പ്ലാറ്റ്ഫോം പോലെ ഒരു ഏരിയ കിട്ടുകയും അതിൽ കയറി ഇരിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്നുകൊണ്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വെള്ളത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കാൻ പറ്റുമെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. ഇതിനെയാണ് നമ്മൾ റാഫ്റ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. റാഫ്റ്റ് made by tying several tree trunks together using vines or ropes. നിരവധി മരത്തടികൾ ഒന്നിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റോപ്പുകൾ ഉപയോഗിച്ചോ വൈൻസ് ഉപയോഗിച്ചോ. ഫ്രണ്ട്സ്, വൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലൈംബർ ചെടികളില്ലേ, ഈ വള്ളിച്ചെടികൾ, ഈ ചെടികളൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ കെട്ടിവെക്കുന്നത്, അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ചിട്ട് അവർ കെട്ടിവെക്കാറുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് കയറെന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റിനൊക്കെ മുമ്പ് തന്നെ വള്ളിച്ചെടികൾ ഉപയോഗിച്ചിട്ടാണ് ഇത് കെട്ടിവെച്ചിരുന്നത്. സോ ബേസിക്കലി റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിരവധി മരത്തടികൾ ചേർത്ത് വെച്ചിട്ട് അതിൽ കയറ് കെട്ടി യോജിപ്പിച്ച് ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി അതിന്റെ പുറത്തിരുന്നുള്ള സഞ്ചാരം, അതിനുപയോഗിച്ചിരുന്ന ഒരു സംഗതിയാണ് ഈ റാഫ്റ്റ് എന്ന് പറയുന്നത്. പഴയ കാലത്ത് ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇന്നും നമുക്കറിയാം പല നാട്ടുപ്രദേശങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള റാഫ്റ്റുകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ദീസ് ക്രാഫ്റ്റ്സ് വെയർ സ്ലോ, ഹെവി ആൻഡ് ഡിഫിക്കൽട്ട് ടു മാനുവർ. അപ്പൊ ഇതെല്ലാം ഈ നമ്മുടെ ഈ റാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്ന ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഈ മെഷീൻസ് ഒക്കെ ഈ ഫിഷിംഗ് ക്രാഫ്റ്റ് എന്ന ലെവലിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെയൊക്കെ വിവിധ ടൈപ്പുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഈ റാഫ്റ്റുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇത്രയും മരത്തടികൾ എടുത്ത് വളരെ റോ ആയിട്ടാണ് കെട്ടിവെക്കുന്നത്. അപ്പം ഇത് ഇച്ചിരി സ്ലോ ആണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിശ്ചിത സ്പീഡിലൊന്നും നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ. അതൊരു മന്ദഗതിയിൽ പതുക്കെ ഇങ്ങനെ തുഴഞ്ഞൊഴിഞ്ഞു പോകാനേ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇത് അത്യാവശ്യം ഹെവിയാണ്. കാരണം ഇത്രയും മരത്തടികൾ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഹെവിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ മെനുവർ എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിക്കുകയും തിരിക്കുകയൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, ആ വ്യക്തി ഒരു നീളമുള്ള ഒരു കമ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് തുഴഞ്ഞു പോകുന്നത് അല്ലെ. അപ്പൊ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അപ്പുറത്ത് സൈഡിൽ കുത്തിപ്പിടിക്കേണ്ടി വരും, ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പുറത്തേക്ക് മാറേണ്ടി വരും. അപ്പൊ ഇത് ഇച്ചിരി പാടാണ്. എക്സാക്ട്ലി നമുക്ക് മെനുവർ ചെയ്ത് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതാണ് റാഫ്റ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏർലി കാലങ്ങളിൽ മുതൽ ഈ റാഫ്റ്റുകൾ ആണ് തുടങ്ങി വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം കാറ്റമാരൻ. കാറ്റമാരൻ എന്ന് പറയുന്നത് ഫിഷറീസുകാരെ ഞാനിനി പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാറ്റമാരൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ്, അതായത് ഈ റാഫ്റ്റ് തന്നെ, പക്ഷേ ആദ്യകാലങ്ങളിൽ ഈ കാറ്റമാരൻ എന്ന വാക്ക് വരുന്നത് തന്നെ കെട്ടുമരം എന്ന് പറയുന്ന ഒരു തമിഴ് വാക്കിൽ നിന്നാണ് ഈ കാറ്റമാരൻ എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നത്. അതായത് കുറെ മരങ്ങൾ ചേർത്ത് കെട്ടിവെച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. പക്ഷെ ഇന്ന് കാറ്റമാരൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇച്ചിരി ഡിഫറൻ്റ് ആണ്. ഇന്ന് കാറ്റമാരൻ എന്ന് നമ്മൾ പറയുന്നത് രണ്ട് ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റുകളെ ചേർത്ത് വെച്ചിട്ട് അതിന്റെ പുറത്തുകൂടെ ഒരു പ്ലാറ്റ്ഫോം വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്ന ഒരു അറേഞ്ച്മെന്റിനെയാണ് ഇന്ന് നമ്മൾ കാറ്റമാരൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ അർത്ഥം എന്ന് പറയുന്നത് ഇന്ന് അതാണ്. രണ്ട് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള അതിൻ്റെ ഒരു മെയിൻ ബോഡികൾ എന്ന് പറയുന്നതിനെ വെള്ളത്തിലിടുകയും അതിൻ്റെ പുറത്തുകൂടെ ഒരു പ്ലാറ്റ്ഫോം കയറ്റി വെക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മൾ കാറ്റമാരൻ എന്ന് പറയുന്നത്. പക്ഷെ ആദ്യകാലത്ത് കാറ്റമാരനിൽ ഇത്തരത്തിൽ രണ്ട് ഫ്ലോട്ടിംഗ് ഡിവൈസസ് ഒന്നും ഇല്ലായിരുന്നു. അത് കുറച്ച് മരങ്ങൾ ചേർത്ത് കെട്ടിവെച്ചിട്ടാണ് ഇങ്ങനൊരു സംഗതികൾ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് നമ്മൾ മനസ്സിലാക്കിയ അർത്ഥമല്ല ഇന്ന് എന്നുള്ളത്. സോ കാറ്റമാരൻ, എ റാഫ്റ്റ് ലൈക്ക് സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് ലോഗ്സ് ലാഷ്ഡ് ടുഗെദർ. റാഫ്റ്റ് പോലെ തന്നെയാണ് ഈ കാറ്റമാരൻസും ഇരിക്കുന്നത്, പക്ഷേ അത്
കുറച്ചും കൂടെ അതിനൊരു പ്രൊസിഷനോട് കൂടിയാണ് ഈ കറ്റാമാരൻസ് നമ്മൾ കെട്ടിവെക്കുന്നത്. സ്റ്റിൽ യൂസ്ഡ് ഇൻ സം ഇന്ത്യൻ കോസ്റ്റൽ ഏരിയാസ്. ഇന്നും ഇന്ത്യയിലെ പല കോസ്റ്റൽ ഏരിയാസിലും കറ്റാമാരൻസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട് കോസ്റ്റിലൊക്കെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഈ പറയുന്ന കറ്റാമാരൻ ടൈപ്പ് റാഫ്റ്റുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ദേ നോക്കിക്കേ, ദേ ഈ പറയുന്ന ആദ്യത്തെ ആ കറ്റാമാരൻ നിങ്ങളൊന്ന് നോക്കിക്കേ. അതായത് പഴയ കാലത്ത് ഇത്തരത്തിൽ നമ്മൾ നേരത്തെ കണ്ട ഒരു റാഫ്റ്റ് പോലെ ഇച്ചിരി റോ അല്ല, പക്ഷെ ഇച്ചിരി കൂടെ നമ്മൾ എന്താണ് അതിൻ്റെ ഒരു പ്രൊസിഷൻ ഉണ്ട്. അതിനെ ചേർത്ത് അതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ടേപ്പർ ചെയ്ത് വരുന്ന രീതിയിലൊക്കെയാണ് ആ സമയത്ത് അത് കെട്ടിയിരുന്നത്. എന്നാൽ ഇന്ന് കറ്റാമാരൻ എന്ന് പറയുന്ന ഒരു വെസൽ എന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ആളെയാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, അതായത് രണ്ട് സൈഡിലും വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ബോഡി ഭാഗങ്ങൾ അവിടെ ഉണ്ട്. അതിൻ്റെ പുറത്തുകൂടെ ക്രോസ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കറ്റാമാരൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെയാണ്. പക്ഷെ പണ്ട് കാലത്ത് തുടങ്ങി വന്ന സമയത്ത് കെട്ടുമരം എന്ന ഒരർത്ഥത്തിൽ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ അർത്ഥം മാറിപ്പോയി കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. പഴയകാല കറ്റാമാരൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതല്ല കാണുന്നത്. കറ്റാമാരൻസ് എന്ന് വരുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ പുതിയ റീസെൻ്റ് ടൈപ്പ് കറ്റാമാരൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ രണ്ട് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിപ്പോൾ രണ്ട് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ബോഡി ഭാഗങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. നമ്മൾ ഇതിനെ സാധാരണ ഹൾ എന്നാണ് വിളിക്കുന്നത്. ഹൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ക്രാഫ്റ്റിൻ്റെ അതിൻ്റെ ബോഡിയുടെ ഭാഗമായിട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആ ബോഡി പാർട്ട്, അതിനെയാണ് നമ്മൾ ഈ ഹൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറ്റാമാരൻസ്, അതായത് ഇപ്പം നമ്മൾ നിലവിലിപ്പോൾ ഉദ്ദേശിക്കുന്ന കറ്റാമാരൻസിനെ സംബന്ധിച്ച് ഇവിടെ രണ്ട് ഹൾസ് നിങ്ങൾക്ക് കാണാം അല്ലേ. ഇത് ഒരു ഹള്ളും ഇത് രണ്ടാമത്തെ ഹള്ളുമാണ്. ഇനി കറ്റാമാരൻസ് എന്ന രീതിയിൽ മാത്രമല്ല 3 ഹൾസ് ഉള്ള ടൈപ്പ് റാഫ്റ്റ് അല്ലെങ്കിൽ ക്രാഫ്റ്റുകളും നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ട്രൈമാരൻ എന്ന് വിളിക്കും. ഓക്കെ, ട്രൈമാരൻ എന്ന് നമുക്ക് വിളിക്കാം. കാരണം ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 1, 2, 3 തരത്തിലുള്ള 3 ഹള്ളുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ട്രൈമാരൻസ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ വേരിയേഷൻസ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റാഫ്റ്റിനെ കുറിച്ചാണ് കണ്ടത്. ആദ്യകാലങ്ങളിൽ വളരെ റോ ആയിട്ട് നിർമ്മിച്ചതാണ്. പിന്നീട് അത് പതുക്കെ പതുക്കെ അതിന് ചെറിയൊരു അടുക്കും ചിട്ടയൊക്കെ വന്ന് കറ്റാമാരൻസ് എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തി. കറ്റാമാരൻസ് ഇന്ന് എത്തി നിൽക്കുമ്പോൾ അത് കുറേ കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ ഇന്ന് കറ്റാമാരൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ബേസിക് സ്ട്രക്ചർ വിത്ത് 2 ഫ്ലോട്ടിംഗ് ഹൾസ് വിച്ച് ആർ ജോയിൻഡ് ബൈ എ പ്ലാറ്റ്ഫോം. ഇങ്ങനെയാണ് ഇന്ന് നമ്മൾ കറ്റാമാരൻസിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന ഫിഷിംഗ് ക്രാഫ്റ്റുകളെ കുറിച്ചുള്ള മേഖലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ പറയുന്ന റാഫ്റ്റ് കറ്റാമാരൻസ് എന്ന ലെവലിൽ നിന്നൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? പിന്നീട് ഡഗ് ഔട്ട് കനോസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ ഈ ഫിഷിംഗ് ക്രാഫ്റ്റുകൾ എത്താൻ തുടങ്ങി. കുട്ടികൾ, ഡഗ് ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കുഴി എടുക്കുക എന്ന ഒരു അർത്ഥത്തിലാണ് ഈ ഡഗ് ഔട്ട് എന്ന ഒരു വാക്ക് വന്നിരിക്കുന്നത്. ടു ഡിഗ് ഔട്ട് സംതിങ്. അപ്പോൾ ഇവിടെ ഈ ഡഗ് ഔട്ട് കനോസ് എന്ന് പറയുന്ന അടുത്ത ഒരു ലെവലിലേക്ക് ഈ ഫിഷിംഗ് ക്രാഫ്റ്റുകൾ എത്താൻ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഈ ഡഗ് ഔട്ട് കനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു സിംഗിൾ തടി എടുത്തിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിഗ് ഔട്ട് ചെയ്യും. അതായത് നടുക്ക് നമ്മൾ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, ഒരു കുഴി പോലെ. എന്നിട്ട് ഈ രണ്ട് അറ്റം എൻഡുകളും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടേപ്പറിങ് ആയിട്ടുള്ള ലെവലിലേക്ക് നമ്മളതിനെ മാറ്റും. നമ്മൾ ടിപ്പിക്കൽ ഒരു വള്ളത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ആലോചിക്കുക, പക്ഷേ അത് സിംഗിൾ തടിയിലാണ് അത് നിർമ്മിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഡയഗ്രാം കാണാം അല്ലെങ്കിൽ പിക്ചർ കാണാം. നോക്കൂ, ഇത് ഒറ്റ തടിയാണ്. ഈ ഒറ്റ തടിയിൽ രണ്ട് അറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ടേപ്പറിങ് ആണ് അല്ലേ. ആ ഒരു എയറോ ഡൈനാമിക്സ്, നമുക്ക് ഈ പറഞ്ഞ വെള്ളത്തിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു എയറോ ഡൈനാമിക്സ് ആയിട്ട് നമുക്കത് മനസ്സിലാക്കാം. ആ ഒറ്റ തടിയുടെ തന്നെ നടുക്ക് ഒരു കാവിങ് കൊടുത്തിട്ട് നടുക്ക് ഒരു സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അകത്തിരുന്ന് നമുക്ക് എന്ത് ചെയ്യാം? സഞ്ചരിക്കാം. സോ ദിസ് ഇസ് ഇൻസ്പയർഡ് ബൈ ദ സ്ട്രീം ലൈൻഡ് ഷേപ്പ് ഓഫ് ഫിഷ്. ഒരു മീനിനെ ഒബ്സർവ് ചെയ്ത്, അപ്പോൾ മീനിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ നോക്കിയപ്പോൾ മീനിന് ഒരു സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഷേപ്പാണ് അല്ലേ. മീനിൻ്റെ ചുണ്ടിൻ്റെ ഭാഗമൊക്കെ വരുമ്പോഴത്തേക്കും സ്ട്രീം ലൈൻഡ് ആണ്. അതായത് ആ വെള്ളത്തിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു രീതിയാണ്. ഇപ്പം ഇതിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് ഈ ഡഗ് ഔട്ട് കാനോസ് ഒക്കെ വരുന്നത്. സോ ദിസ് ലീഡ്സ് ടു ബെറ്റർ ഹൈഡ്രോ ഡൈനാമിക് ഡിസൈൻ. ഇപ്പം നമ്മളൊരു സാധാരണ ഒരു റാഫ്റ്റിൽ പോകുന്നത് പോലെയല്ല, ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും ഈ ഒരു ടേപ്പറിങ് എൻസിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ തുടങ്ങുകയും
അങ്ങനെ ഡഗ്ഔട്ട് കാനോസ് എന്ന് പറയുന്ന സ്ട്രക്ചർ വരാനും തുടങ്ങി. മെയ്ഡ് ബൈ ഹോളോയിങ് ഔട്ട് എ സിംഗിൾ ലോഗ് ബൈ ബേണിംഗ് ഓർ ചിപ്പിംഗ് വിത്ത് പ്രിമിറ്റീവ് ടൂൾസ്. അതൊരു ഒറ്റ തടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ഭാഗം കത്തിച്ച് ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ചിപ്പ് ചെയ്ത് പഴയ കാലത്തെ ടൂളൊക്കെ വെച്ചിട്ട് ചിപ്പ് ചെയ്ത് പൊട്ടിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാർവ് ചെയ്താണ് ഈ ഡഗ്ഔട്ട് കാനോസ് ഉണ്ടാക്കുന്നത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു കുഴിക്കകത്തിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഹാർഡ് ഷാർപ്പ് ബോ ആൻഡ് സ്റ്റേൺ ഫോർ സ്മൂത്തർ മൂവ്മെന്റ്സ് ത്രൂ വാട്ടർ. സുഹൃത്തുക്കളെ, ഇവരുടെ പ്രത്യേകത, ഇവരുടെ ബോ ആൻഡ് സ്റ്റേൺ എന്ന് പറയുന്നത് വളരെ ടൈപ്പേർഡ് ആയിട്ടാണ്, ഇവർ ഷാർപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ ബോ ആൻഡ് സ്റ്റേൺ എന്ന് പറയുന്നത്? ബോ എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റിന്റെ ഏറ്റവും ഫ്രണ്ട് പോർഷൻ ആണ് ബോ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ക്രാഫ്റ്റിന്റെ ഏറ്റവും ഫ്രണ്ട് പോർഷൻ ആണ് ബോ, അതിന്റെ ബാക്ക് പോർഷൻ ആണ് സ്റ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ബോട്ട്, ഞാൻ വെറുതെ ഒരു ബോട്ടിന്റെ ഒരു 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 സ്ട്രക്ചർ വരയ്ക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നതാണ് ഇതിന്റെ ബോ, ഇതിന്റെ ബാക്ക് പോർഷൻ എന്ന് പറയുന്നതാണ് ഇതിന്റെ സ്റ്റേൺ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഞാൻ വരച്ചിരിക്കുന്നത് പ്രകാരം ഇവിടുത്തെ സ്റ്റേൺ എന്ന് പറയുന്നത് ഇച്ചിരി ബ്രോഡും ബോ എന്ന് പറയുന്നത് ഇച്ചിരി ടൈപ്പേർഡുമാണ്. ഈ ഡഗ്ഔട്ട് കാനോസിനെ സംബന്ധിച്ച് അവരുടെ ബോ ഫ്രണ്ട് സെക്ഷനും സ്റ്റേൺ ബാക്ക് സെക്ഷനും എന്ത് തന്നെയാണ്, ടൈപ്പേർഡ് ആണ്. കാരണം ഇവിടെ ഒരു എന്താണ്, നമുക്ക് ആ ഒരു വെള്ളത്തിലൂടെയുള്ള ഒരു മൂവ്മെന്റിന് സഹായിക്കുന്ന തരത്തിലാണ് ഇത് കുറച്ചും കൂടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ പഴയകാല ഡിസൈൻ ആണ് കേട്ടോ. ഇപ്പോഴത്തെ മെക്കാനൈസ്ഡ് ബോട്ട്സുമായിട്ടൊന്നും നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് ഏർലി കാലഘട്ടത്തിൽ നിന്നും തുടങ്ങി വരികയാണ്. നിങ്ങളെ ആ ഒരു യാത്രയിലൂടെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്യൂട്ടബിൾ ഫോർ ഇൻലാൻഡ് വാട്ടേഴ്സ് ബട്ട് അൺസ്റ്റേബിൾ ഇൻ റഫ് സീസ്. മക്കളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡഗ്ഔട്ട് കാനോ എടുത്തുകൊണ്ട് നമുക്ക് ആടി ഉലയുന്ന കടലിലേക്ക് ഇറങ്ങുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതിന് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. വെള്ളം എളുപ്പം അകത്ത് കയറാൻ സാധ്യതയുണ്ട്, ഇത് മറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കോ ഈ പറയുന്ന എക്യുപ്മെന്റിനോ നമുക്ക് യാതൊരു സേഫ്റ്റിയും ഇല്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ജലം അത്രയധികം പ്രക്ഷുബ്ധമല്ലാത്ത ഇൻലാൻഡ് മേഖലകളിൽ, ഇൻലാൻഡ് വാട്ടേഴ്സിലൊക്കെ നമുക്ക് ഇത് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. കാരണം വെള്ളത്തിൽ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ റഫ് കടലിലൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് മറയാനുള്ള സാധ്യത വളരെ വലുതാണ്. നിങ്ങൾ ആലോചിക്കണം, പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ഇതും കൊണ്ട് കടലിലൊക്കെ പോകുന്ന ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ സാധനം കൊണ്ട് കടലിൽ പോകുന്നവരൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീരെ റൂറൽ കോസ്റ്റൽ ഏരിയകളിലൊക്കെ ഇപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ എടുക്കുന്ന ഒരു ലൈഫ് റിസ്കിനെ കുറിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ റാഫ്റ്റ് എന്ന് പറയുന്ന ലെവലിൽ നിന്നും പിന്നീട് വന്ന ഒന്നാണ് ഈ ഡഗ്ഔട്ട് കാനോസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ്. ഓക്കെ അല്ലേ? ഇതുവരെയും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അപ്പോൾ ഒരു പോയിന്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഈ ഡഗ്ഔട്ട് കാനോസിലേക്ക് പെട്ടെന്ന് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്, സ്റ്റെബിലിറ്റിക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാം, ഈ കാനോസിൽ തന്നെ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഡെക്ക് എന്ന് പറയുന്ന സംഗതികൾ വരാൻ തുടങ്ങി. നോക്കൂ, നേരത്തെ നമ്മൾ കണ്ടതിൽ ആ ഫുൾ ഹോളോ ആയിട്ടാണ് ഇരുന്നത് അല്ലേ? എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടത് എങ്ങനെയാ, അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ഭാഗങ്ങളിൽ ചില ഡെക്കുകൾ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഇവിടെ കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ഈ ഡയഗ്രം എന്നൊക്കെ പറയുന്നത് കുറെ കൂടെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സാധനമാണ്. ഇത് കുറച്ചും കൂടെ പഴയ കാലത്ത് ഏകദേശം ഇതേ ഫ്രെയിമിലായിരുന്നു എന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പുതിയ ഇമേജസ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഈ കനോസിന്റെ പുറത്ത് പ്ലാറ്റ്ഫോംസിനെ കെട്ടിയപ്പോൾ ഇത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആകാൻ തുടങ്ങി. കാരണം എന്താ, വെള്ളത്തിന് ഒരിക്കലും ഇതുവഴി ഒന്നും കയറാൻ പറ്റാത്ത അവസ്ഥയായി അല്ലേ? നേരത്തെ ഫുൾ ഓപ്പൺ ആയിരുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് കയറുകയും മുങ്ങിപ്പോകാനോ മറയാനോ ഉള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇത് കുറച്ചും കൂടെ സ്റ്റേബിളായി. നമുക്ക് ഇരിക്കേണ്ട ഒരു ഏരിയയിൽ മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി മൊത്തം ഏകദേശം പ്ലാറ്റ്ഫോം കൊണ്ടാണ് ഇവിടെ മറച്ചു വെച്ചിരിക്കുന്നത്. ഇതാണ് കനോ വിത്ത് പ്ലാറ്റ്ഫോം ഓർ ഡെക്ക് ടു മേക്ക് കനോസ് മോർ സീ വർത്തി. കടലിലേക്ക് കനോസിനെ കൊണ്ട് എങ്ങനെ കൊണ്ടുപോകാം എന്ന് ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന രീതിയിൽ വന്നിരിക്കുന്നത്. ഈ ടൈപ്പ് സംഗതികൾ നിങ്ങൾ ഈ കയാക്കിംഗ് സ്പോർട്സിലൊക്കെ കണ്ടിട്ടില്ലേ? കയാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ഈ കുത്തി ഒഴുകുന്ന ജലത്തിന്റെ മുകളിലൂടെ കിടന്ന് ഇവരിങ്ങനെ ഇട്ട് ഇതിന്റെ പുറത്താണ് ഈ സഞ്ചരിക്കുന്നത്. അതായത് മറിഞ്ഞാലും ഇവർ തിരിച്ച് വീണ്ടും വെള്ളത്തിന്റെ മുകളിൽ തന്നെ വരും. അപ്പൊ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ആണിത്. സോ എ പ്ലാറ്റ്ഫോം ഓർ എ പാർഷ്യൽ ഡെക്ക് വാസ് ആഡഡ് ടു പ്രൊട്ടക്ട് പീപ്പിൾ ആൻഡ് ഗുഡ്സ് ഫ്രം വേവ്സ്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതിലിരിക്കുന്ന ആളെ പ്രൊട്ടക്ട് ചെയ്യാനും ഇനിയിപ്പോൾ ഈ ആളുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കളെ പ്രൊട്ടക്ട് ചെയ്യാനും. ഈ വെള്ളമൊക്കെ നനഞ്ഞ് ഈ പറയുന്ന നമ്മൾ ചിലപ്പോൾ നമ്മുടെ വസ്തുക്കൾ എന്തെങ്കിലും ആഹാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു കാര്യങ്ങളോ ഒക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഈ വെള്ളം അകത്തേക്ക് വന്ന് അതിനെ നശിപ്പിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ
പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഡെക്ക് എന്ന് പറയുന്നൊരു സംഗതി സഹായിച്ചിട്ടുണ്ട്. പിന്നെ പ്രിവെന്റ് വാട്ടർ ഫ്രം വാഷിംഗ് ഓവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുണ്ടെങ്കിൽ ഈ വെള്ളം എന്ന് പറയുന്നത് നേരത്തെ ഡഗ് ഔട്ട് കാനോ പോലെ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഉള്ളിലേക്ക് വരില്ല. വേണമെങ്കിൽ വരാം കേട്ടോ, നമ്മളെ ഓടിക്കുന്ന ഒരു രീതിയൊക്കെ അനുസരിച്ച് വെള്ളത്തിനകത്തൊക്കെ കയറാം. പക്ഷേ ഡഗ് ഔട്ട് കാനോയേക്കാൾ ഇത് ഭയങ്കരമായിട്ട് സേഫ് ആയിട്ടുള്ള ഒന്നാണ്. സോ അഡീഷൻ ഓഫ് ഡെക്കിംഗ് വാസ് എ മേജർ സ്റ്റെപ്പ് ടുവേർഡ്സ് മോർ അഡ്വാൻസ്ഡ് ബോട്ട്സ്. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇതുവരെ ഈ ഡെക്ക് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഈ ഡെക്കിന്റെ ഒരു അഡീഷൻ എന്ന് പറയുന്നത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ബോട്ടുകളിലും പിന്നീട് ഈ ഡെക്ക് എന്ന് പറയുന്നത് ഒരു എന്താണ് യൂഷ്വൽ ഭാഗമായിട്ട് മാറി. നേരത്തെ നമ്മൾ കണ്ട കറ്റാമാരൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഇന്നത്തെ കറ്റാമാരൻസിലേക്ക് ഡബിൾ ഹള്ളോട് കൂടിയ കറ്റാമാരൻസിലേക്ക് വന്നത് വരികയൊക്കെ ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. അതെല്ലാം ഈ പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വന്നത്. അപ്പോൾ നമ്മൾ റാഫ്റ്റ് കണ്ടു, നമ്മൾ ഡഗ് ഔട്ട് കനോസ് കണ്ടു, പിന്നെ നമ്മൾ കനോ വിത്ത് പ്ലാറ്റ്ഫോം ഓർ ഡെക്ക് എന്ന് പറയുന്ന ഒരു ഏരിയയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത്രയും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതാണ് ഔട്ട് റിഗർ കനോസ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ വളരെ രസകരമായിട്ടുള്ള ഏരിയയാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ഇത് പഠിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഇത് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഇത് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല, ഇങ്ങനെയൊന്നുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരാൻ പാടില്ല. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ചിരിച്ച് വിടുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന മേഖലകൾ തന്നെയാണ്. നാലാമത്തെ ടൈപ്പാണ് ഔട്ട് റിഗർ കനോസ്. മക്കളെ, ഈ ഔട്ട് റിഗർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കയറിന്റെ പുറത്തൂടെയൊക്കെ ആൾക്കാർ, സർക്കസുകാർ നടന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ നടക്കുന്ന സമയത്ത് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു വലിയ ഒരു തടി മീൻസ് ഒരു വലിയൊരു പോള് നമ്മൾ കൈ വെച്ചിട്ടാണ് അതിന്റെ പുറത്തൂടെ ഈ ആൾക്കാർ നടക്കുന്നത്. എന്തിനാണ്? കാരണം ഒരു സ്ഥലത്തോട്ട് വീഴാൻ പോകുമ്പോൾ അവർ അതിനനുസരിച്ച് ഇതിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്ത് നമ്മളെ അതിന്റെ പുറത്ത് തന്നെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബാലൻസിങ് സ്ട്രക്ചറാണ് ഈ പറയുന്ന പോൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള കനോസിൽ നമ്മൾ ഇതുപോലൊരു ബാലൻസിങ് സ്ട്രക്ചർ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും? അതിന് കുറച്ചും കൂടെ അതിന് സ്റ്റെബിലിറ്റി കിട്ടില്ലേ? അത് പെട്ടെന്ന് മറിയാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാമല്ലോ. ഇതാണ് ഔട്ട് റിഗർ കനോസ്. അപ്പൊ കനോസിൽ ഇത്തരത്തിൽ ബാലൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം സ്ട്രക്ചേഴ്സ് ആണ് ഔട്ട് റിഗേഴ്സ്. ഇപ്പൊ ഇതൊരു ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്ന, നിങ്ങളുടെ ഡയഗ്രത്തിൽ കാണാവുന്ന ഒരു ഔട്ട് റിഗർ ആണ്. ഇതിപ്പോ മോസ്റ്റ് മോഡേൺ ലെവലിലൊക്കെ വരുമ്പോൾ അവിടെയും ഔട്ട് റിഗേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വേറെ വലിയ തോതിലുള്ള മെഷീനൈസ്ഡ് ആയിട്ടുള്ള സംഗതികളൊക്കെ ഉപയോഗിക്കുന്ന ഔട്ട് റിഗേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഔട്ട് റിഗേഴ്സ് ഉപയോഗിക്കുന്ന എന്തിനാണ്? ഇതിന്റെ സ്റ്റെബിലിറ്റി കുറച്ചും കൂടെ വന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ടു ഇംപ്രൂവ് സ്റ്റെബിലിറ്റി ഇൻ ഓപ്പൺ സീസ്, ഔട്ട് റിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് സപ്പോർട്ട്സ് ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഔട്ട് റിഗേഴ്സ് എന്ന് പറയുന്നത്. അതിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ഈ ഔട്ട് റിഗേഴ്സ് വെർ ആഡഡ് ഓൺ വൺ ഓർ ബോത്ത് സൈഡ്സ്. ഈ ഔട്ട് റിഗേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു സൈഡിലേ കാണാവുള്ളൂ, അല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ അതെങ്ങനെ എന്ന് വിചാരിക്കും. അത് പോസിബിൾ. അങ്ങനെ ഒരു സൈഡഡ് ഔട്ട് റിഗർ ഉണ്ടാകാം. ചിലപ്പോൾ 2 സൈഡഡ് ഔട്ട് റിഗേഴ്സ് ഉണ്ടാകാം. അതെ, നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. ഇത് ഒരു ക്രാഫ്റ്റിൽ 2 സൈഡിൽ നമ്മൾ ഔട്ട് റിഗേഴ്സിനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇരുവശത്തും വെക്കുന്ന ടൈപ്പും ഉണ്ട്, ഒരു സൈഡിൽ വെക്കുന്ന ടൈപ്പും ഉണ്ട്. അപ്പൊ ഡബിൾ ഔട്ട് റിഗേഴ്സും സിംഗിൾ ഔട്ട് റിഗേഴ്സും ഒക്കെ നമുക്ക് ക്രാഫ്റ്റിൽ കാണാവുന്ന സംഗതികൾ തന്നെയാണ്. ദീസ് സൈഡ് അറ്റാച്ച്മെന്റ്സ് പ്രിവെന്റഡ് ക്യാപ്സൈസിങ്. അതായത് വെള്ളം വന്ന് അടിച്ച് ഇതിനെ മറയ്ക്കുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഔട്ട് റിഗേഴ്സ് എന്ന് പറയുന്നത് സഹായിക്കും. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മറിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇത് ഇൻലാൻഡ് വാട്ടേഴ്സിലൊന്നും ഇതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇൻലാൻഡ് വാട്ടേഴ്സ് ഒക്കെ സ്റ്റേബിൾ ആണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഇത് കടലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്കിത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പോലെ മെക്കാനൈസ്ഡ് ബോട്ട്സ് ഒന്നും അല്ല. അപ്പൊ അന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെയൊക്കെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ആൾക്കാർ ഇതൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ ഇത് എവിടെ നിന്നൊക്കെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ രസം തോന്നും. കാരണം ആൾക്കാർ എന്തുമാത്രം ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്, അല്ലെ? നമ്മൾ ഇന്നത്തെ ഇന്നോവേഷൻസ് മാത്രമല്ല, പഴയ കാലത്തെ ആൾക്കാർ ചിന്തിച്ചിരുന്ന രീതിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഔട്ട് റിഗേഴ്സ് എന്ന് പറയുന്നതിന്റെ ഒരു എക്സാമ്പിൾ, ഇപ്പൊ റാം ഫെനി എന്ന് പറയുന്ന ഒരു ഔട്ട് റിഗർ ഉണ്ട് കേട്ടോ. എ ടൈപ്പ് ഓഫ് കാനോ വിത്ത് ഔട്ട് റിഗേഴ്സ് യൂസ്ഡ് ഇൻ സർട്ടൻ കോസ്റ്റൽ ഏരിയാസ്. അപ്പൊ ഇതിനൊക്കെ ഓരോ ടൈപ്പുകളുണ്ട്. അപ്പൊ ഈ ഔട്ട് റിഗേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ക്രാഫ്റ്റ് ആണ് റാം ഫെനി എന്ന് പറയുന്നത്. അപ്പൊ റാം ഫെനി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഔട്ട് റിഗേഴ്സ് ഉപയോഗിക്കുന്ന ഒരു കാനോ ആണ്. കോസ്റ്റൽ ഏരിയാസിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക കേട്ടോ.
അപ്പോൾ 4ാമത്തെ ടൈപ്പ് നമ്മൾ കണ്ടു, ഔട്ട് റിഗർ കനോസ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഒരു ബോട്ടിലേക്ക് നമ്മൾ വരികയാണ്. ഇതാണ് പ്ലാങ്ക്ഡ് ബോട്ട് അല്ലെങ്കിൽ ഫ്രെയിംഡ് ബോട്ട്. ഇത് വളരെ കോമൺ ആണ് ഇന്ന് നമ്മുടെ നാട്ടിൽ, അല്ലേ? ഇപ്പോൾ ഈ ഡഗ് ഔട്ട് കനോസ് പോലെ ഒറ്റത്തടിയിൽ ചെയ്യുന്ന പരിപാടികൾ ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ എന്താ ചെയ്യുന്നത്, നിരവധി തടി എടുത്തിട്ട് നമ്മൾ അതിനെ പ്ലേറ്റ് പോലെ അറേഞ്ച് ചെയ്ത് ഒരു ഫ്രെയിം ഉണ്ടാക്കുകയും അതിൻ്റെ നടുക്കുകൂടെ നമ്മൾ എന്ത് ചെയ്യും, റിബ്സ് പോലെ സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഒരുതരം അസംബിൾ ചെയ്താണ് ഇപ്പോൾ നമ്മൾ ഈ പല ബോട്ടുകളെയും നമ്മൾ നിർമ്മിക്കുന്നത്. ഇതാണ് പ്ലാങ്ക്ഡ് ബോട്ട് അല്ലെങ്കിൽ ഫ്രെയിംഡ് ബോട്ട്. അത് ഇതിനൊരു ഫ്രെയിം ഉണ്ടാകും. ഫ്രെയിം എന്ന് പറയുന്ന ഒറ്റ തടിയൊന്നും അല്ല, പലതരം പാളികൾ എടുത്തു വെച്ചിട്ട് നമ്മൾ അതിനെ കൂട്ടി യോജിപ്പിക്കും, അതിനെ സീൽ ചെയ്യും വെള്ളം കടക്കാത്ത രീതിയിൽ. അതിനെ നടുക്ക് സപ്പോർട്ട് കൊടുക്കും. ഈ 2 ഫ്രെയിമുകൾ തമ്മിൽ ഉള്ള സപ്പോർട്ട് അതിൻ്റെ നടുക്ക് അഡീഷണൽ ഫ്രെയിമുകൾ കൊടുത്ത് നമ്മൾ സപ്പോർട്ട് കൊടുക്കും. ഇതാണ് പ്ലാങ്ക്ഡ് ഓർ ഫ്രെയിംഡ് ബോട്ട്സ്. ഫർദർ ഡെവലപ്മെന്റ് ഇൻവോൾവ് ബിൽഡിംഗ് അപ്പ് സൈഡ്സ് ഓഫ് കനോസ് വിത്ത് ബാർക്ക്, സ്കിൻ ഓർ ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽസ് സ്ട്രെച്ച് ഓവർ എ വുഡൻ ഫ്രെയിം. അതായത് ഒരു വുഡൻ ഫ്രെയിമിനെ ഉണ്ടാക്കി വെച്ചിട്ട് ബാർക്കുകളോ സ്കിന്നുകളോ ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽസിനൊക്കെ ഇതിന്റെ പുറത്തുകൂടെ ഒരു ഫ്രെയിമിനെ നിർമ്മിച്ച് നമ്മൾ വെച്ചിരിക്കുകയാണ്. ദീസ് ഹൾസ് വർ മോർ സ്റ്റേബിൾ ആൻഡ് ഡിഡ് നോട്ട് റിക്വയർ ഔട്ട് റിഗേഴ്സ്. മനസ്സിലാക്കുക, നേരത്തെ കനോസിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മിക്കവാറും ഒറ്റ തടിയിലെ പരിപാടികളാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റിക്ക് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നമ്മളിങ്ങനെ ഫ്രെയിം ആയിട്ട് നമ്മൾ നിർമ്മിച്ച് വെക്കുമ്പോൾ, പാളികളായിട്ട് അസംബിൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ സ്റ്റെബിലിറ്റി ഭയങ്കരമായിട്ട് കൂട്ടാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഔട്ട് റിഗേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഔട്ട് റിഗേഴ്സ് അത്ര കോമൺ ആയിട്ട് ഇന്ന് നമ്മൾ അധികം കാണാത്തത്. കാരണം ഇന്ന് ഇത്തരത്തിൽ ഫ്രെയിംഡ് ബോട്ടുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഔട്ട് റിഗേഴ്സ് വേണ്ട, കാരണം ഇവർ അത്യാവശ്യം സ്റ്റേബിൾ ആണ്. ഈ ഫ്രെയിംഡ് ബോട്ട്സ് എന്ന് പറയുന്നതാണ് ദേ ആക്ച്വലി മാർക്ക് ദ ട്രാൻസിഷൻ ഫ്രം പ്രിമിറ്റീവ് ടു കൺസ്ട്രക്റ്റഡ് ബോട്ട്സ്. പ്രിമിറ്റീവ് ബോട്ടിൽ നിന്നും കൺസ്ട്രക്റ്റഡ് ബോട്ട്സ്, അതായത് നമ്മളിങ്ങനെ പല പാളുകളൊക്കെ ചേർത്ത് കൺസ്ട്രക്ട് ചെയ്തെടുത്ത് വയ്ക്കുന്ന ലെവലിലേക്ക് എത്തിച്ച ഒരു ട്രാൻസിഷനാണ് ഈ ഫ്രെയിംഡ് ബോട്ട്സ് അല്ലെങ്കിൽ പ്ലാങ്ക്ഡ് ബോട്ട്സ്. അപ്പോൾ അതുവരെ നമ്മൾ ഈ ഒറ്റത്തടിയിലും അങ്ങനെയുള്ള പ്രിമിറ്റീവ് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇവിടം തൊട്ട് ഫ്രെയിംഡ് ബോട്ട്സ് വന്നതോടുകൂടി നമ്മൾ ബോട്ട്സിനെ കൺസ്ട്രക്ട് ചെയ്ത് നിർമ്മിച്ച് അസംബിൾ ചെയ്തൊക്കെ എടുക്കാം എന്ന ലെവലിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. ഇതാണ് പ്ലാങ്ക്ഡ് ഓർ ഫ്രെയിംഡ് ബോട്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മൾ റാഫ്റ്റ് എന്ന് പറയുന്നൊരു സംഗതി നമ്മൾ കണ്ടു, ഡഗ് ഔട്ട് കാനോസ് എന്ന് പറയുന്നൊരു സംഗതി നമ്മൾ കണ്ടു, കാനോസ് വിത്ത് ഫ്രെയിംസ് അല്ലെങ്കിൽ നമ്മുടെ ഡെക്ക് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നൊരു സംഗതി നമ്മൾ കണ്ടു, ഔട്ട് റിഗർ കാനോസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ അതെ പ്ലാങ്ക്ഡ് ഓർ ഫ്രെയിംഡ് ബോട്ട്സ് എന്ന് പറയുന്ന ഒരു ഏരിയയും നമ്മൾ കണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, അതായത് ഇവിടം തൊട്ട് ഇനി അടുത്തത് മെക്കനൈസ്ഡ് ബോട്ടുകളുടെയൊക്കെ ഒരു വരവാണ്. അത് നമ്മൾ ഇന്ന് കാണുന്നില്ല, അത് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ കുട്ടികളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. സംഭവം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. ഫിഷറീസ് പഠിക്കാത്ത, അതായത് ഇപ്പോൾ ഒരു സുവോളജിക്കാരെ പോലും അവർക്ക് പോലും മനസ്സിലാക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക, അല്ലേ? ഇപ്പോൾ ഒരു ഫിഷിംഗ് ക്രാഫ്റ്റ് നമ്മൾ നിർമ്മിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഫൗണ്ടേഷൻ ഇല്ലാതെ നമ്മൾ വലിയ വലിയ മെഷീൻസോ അല്ലെങ്കിൽ മോട്ടോഴ്സോ ഒന്നും നമ്മൾ വയ്ക്കാറില്ല. അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് നമ്മൾ നോക്കിയിട്ടേ നമ്മൾ അടുത്തതിലേക്ക് പോവുള്ളൂ. അതുപോലെ നിങ്ങളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ആദ്യം സ്ട്രോങ് ആക്കുക. നമ്മൾ സ്ട്രോങ് ആണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ അത് സ്ട്രോങ് ആണോ അല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാവൂ. അപ്പോൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയ ശേഷം നമുക്ക് ഹയർ ലെവൽസിലേക്ക് നമ്മൾ പോകണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെ, നമ്മളെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ ഞാൻ തുടക്കം പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നവംബർ 10 മുതൽ ഹൈപ്രപ്പിൻ്റെ നേതൃത്വത്തിൽ ഫിഷറീസ് ഓഫീസറിൻ്റെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ വളരെ രസകരമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ തന്നെ അഡ്മിഷൻസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ ഭാഗമാകാം. നമുക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാവുന്ന ഒരു സുവർണാവസരമാണ്. അപ്പോൾ ഇത് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ദിവസം മറ്റൊരു ഏരിയയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.